യേശുവിൻ്റെ പരസ്യശുശ്രൂഷ സമയത്ത് ചിലർ യേശു കൈവച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇത് കണ്ട ശിഷ്യന്മാർ അവരെ വിലക്കി. യേശു അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? മത്തായി 18-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ യേശുവിനോട്, ഗുരു, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. യേശു ഉടനെ ഒരു ശിശുവിനെ അടുക്കെ വിളിച്ചു. എന്നിട്ട് അവരോട്, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. എല്ലാ എതിരാളികളെയും പരാജയപ്പെടുത്തുകയോ വ്യക്തിപരമായ നേട്ടങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നേടാനാവില്ല. അവർക്കാവശ്യമുള്ളത് നൽകാനും ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും അവർ പൂർണ്ണമായും ദൈവത്തെ ആശ്രയിക്കുന്നു. അത്തരത്തിലുള്ള സത്യസന്ധമായ താഴ്മയും ദൈവത്തിലുള്ള ആശ്രയത്വവും ഉണ്ടെങ്കിൽ മാത്രമേ ആർക്കും അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ.